friends, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഡെയിലി 10 രൂപ വെച്ച് വിഡ്രോ അടിക്കാൻ പറ്റും. Paytm വാലറ്റിലേക്കാണ് വിഡ്രോ അടിക്കാൻ പറ്റുക. അൺലിമിറ്റഡ് ട്രിക്ക് യൂസ് ചെയ്ത് ബഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ലൂട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബഗ് യൂസ് ചെയ്തിട്ട് കോയിൻസ് ഇട്ടിട്ട് വിഡ്രോ അടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഡെയിലി വിഡ്രോ അടിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്തായാലും ഒരു കമന്റും ഒരു ലൈക്കും കൂടി വീഡിയോ കൊടുത്തേക്ക്. എന്തായാലും നമുക്ക് നേരെ ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലോട്ടേക്ക് പോകാം. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ ആദ്യം നോവ വാല, നിങ്ങൾ ആ ലൂട്ട് ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നോവ വാല എന്നില്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനിലോട്ടേക്കും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ആക്കുകയാണ്. ഞാൻ ഓപ്പൺ ആക്കിയിട്ട് വന്നിട്ട് ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ലോഡാവും. അതിനുശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഒരു ജിമെയിൽ ഒരു പാസ്വേഡും വെച്ച്, ജിമെയിലും പാസ്വേഡും ജസ്റ്റ് ഒന്ന് ഒരു നെയിം, പിന്നെ എൻ്റെ റഫർ കോഡ്. ഓക്കെ, അത് റഫർ കോഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. പിന്നെ Paytm നമ്പർ. ഓക്കെ, Paytm നമ്പർ കറക്റ്റ് കൊടുക്കണം. വീണ്ടും പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ആ Paytm നമ്പറിലേക്ക് ആയിരിക്കും വിഡ്രോ വരിക. അത് എനിക്ക് തന്നെ പാസ്വേഡും കൺഫേം പാസ്വേഡ് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ ഇങ്ങനത്തെ ഒരു ഹോം പേജിലെത്തും. അപ്പോൾ നിങ്ങൾ ഇതിൽ സെൽഫ് ഏണിംഗ് ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. ഇക്കാലത്തൊന്നും ആവും തോന്നുന്നില്ല. നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ താഴെ ഹോം പേജിൻ്റെ ഒരു ഐക്കൺ കാണും. അതിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിലേക്ക് ഒരു ഐഡൻറ്റിറ്റീൻ്റെ ഓപ്ഷനിൽ നിങ്ങൾക്ക് അവിടെ ഷെയർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. സോ ഈ ഒരു റഫർ കോഡ് നിങ്ങൾ കറക്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, ആ ഒരു റഫർ കോഡ് നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു ആഡ് വന്ന് കയറിയിട്ടുണ്ട്. ആടിന് പയച്ച ശേഷം ഞാൻ ഇപ്പം വരാം. അപ്പോൾ ഈ റഫർ കോഡ് കറക്റ്റ് ഓർത്ത് വെച്ചോ. ഓക്കെ, ഓർത്ത് വെക്കേണ്ടതാണ്. അതിനുശേഷം പ്ലേ സ്റ്റോറിലോട്ടേക്ക് വരിക. പ്ലേ സ്റ്റോറിലോട്ടേക്ക് വന്നതിന് ശേഷം ഐസ്ലാൻഡ്. ഓക്കെ, ഐസ്ലാൻഡ് നിങ്ങൾ എഴുതുമ്പോൾ ഐസ്ലാൻഡ് എന്ന രീതിയിൽ എഴുതുക. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. അങ്ങനെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അതിനുശേഷം നമുക്ക് ആക്സെപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആക്സെപ്റ്റ് കണ്ടിന്യൂ എന്നുള്ളടുത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവരുടെ ഒന്നൊരു കാര്യം വരും. അതിനുശേഷം ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ ഇതിലെടുത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് ഐസ്ലാൻഡ് ഇതിലെടുത്ത് കുറേ ആപ്സ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ അതിൻ്റെ ഇപ്പുറത്ത് മെയിൻലാൻഡ് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം വീണ്ടും ഐസ്ലാൻഡിലോട്ടേക്ക് വരുമ്പോൾ കുറച്ച് ആപ്സേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താക്കേണ്ടത് വെച്ചാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു മുകളിലോട്ടേക്കുള്ള ഒരു ആരോ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു ജിമെയിലും ഒരു പാസ്വേഡും വെച്ച് ജസ്റ്റ് ഒന്ന് ഐസ്ലാൻഡിൻ്റെ പ്ലേ സ്റ്റോറിൽ സൈൻ ഇൻ ചെയ്യുക. അക്കൗണ്ട് ജിമെയിലും പാസ്വേഡും വെച്ചിട്ട് അതിനുശേഷം ഇവിടോട്ടേക്ക് വരിക. അതിനുശേഷം നമ്മളിവിടെ നോവ വാല. ഓക്കെ, ഇത് സെർച്ച് ചെയ്യുക. ഓക്കെ, നോവ വാല സെർച്ച് ചെയ്യുക. ആദ്യം തന്നെ ഒരു ആപ്പ് കാണുന്നില്ലേ, മാട്ടക്ക ആപ്സ് എന്നെല്ലാം പറഞ്ഞിട്ട് ആദ്യം തന്നെ അവിടെ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇത് ഇന്നലെ ഈയിടെ പെട്ടെന്ന് വന്നതെന്ന്. ഓക്കെ, എന്തായാലും ഈ ഒരു ആപ്പ് പെട്ടെന്ന് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. കാരണം ഇത് ഇപ്പോൾ ഐസ്ലാൻഡിൽ ഇൻസ്റ്റാൾ ആക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി മെയിനായിട്ട് നമ്മൾ ആപ്പ് പുറത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവുകൊണ്ട് പെട്ടെന്ന് ഇൻസ്റ്റാൾ ആവും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ അടിക്കാം. ഓപ്പൺ അടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കാം. രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് പോവുക. എല്ലാ കാര്യങ്ങളും ഫേക്ക് കൊടുക്കുക. എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാനിവിടെ ഫേക്ക് കൊടുക്കുകയാണ്. എല്ലാം സുമാർ എന്തെങ്കിലും അടിച്ചു വിടുക. ജിമെയിൽ കറക്റ്റ് ജിമെയിൽ കൊടുക്കണം. ഇപ്പം നിങ്ങളുടെ ഒരു ജിമെയിൽ എടുത്ത ശേഷം അതിനൊരു റാൻഡം നമ്പറൊക്കെ കൊടുത്താൽ മതി. ഇതുവരെയും കാണാത്ത നിങ്ങളുടെ ഒരു നമ്പർ കൊടുത്താൽ മതി. ഓക്കെ, ബട്ട് എല്ലാം ഫേക്കായിട്ട് കൊടുത്തരുത്. മസ്റ്റ് കൊടുക്കേണ്ട ഒരു സാധനം എന്താ വെച്ചാൽ റഫർ കോഡാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഇതൊക്കെ ആദ്യം ഒന്ന് ഫില്ലാക്കട്ടെ. Paytm നമ്പർ എനിക്ക് ഇതുവരെ അറിയാത്തൊരു നമ്പറാണ് ഞാൻ കൊടുക്കുന്നത്. അതിനുശേഷം പാസ്വേഡും കൺഫേം പാസ്വേഡും കറക്റ്റ് തന്നെ കൊടുക്കുക. ഓക്കെ, അത് സെയിം ആയിരിക്കണം. ഓക്കെ, എന്നാലേ നമുക്കൊരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ അതിനുശേഷം നമ്മൾ എന്താണെന്ന് വെച്ചാൽ റഫർ കോഡ് നിന്നെടുത്ത് അന്നേരമാണ് മെയിൻ കളി. അപ്പോൾ നമ്മൾ ബാക്കോട്ടേക്ക് വരിക. ഓക്കെ, ഈ ഒരു റഫർ കോഡ് കോപ്പി ചെയ്യുക. ഇതാണ് നമ്മുടെ മെയിൻ ആപ്പിത്തെ റഫർ കോഡ്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. റഫർ കോഡ് പേസ്റ്റ് ചെയ്യുക. അയ്യോ, റഫർ കോഡിന് പകരം വലിയ ലിങ്കാണ് വന്നിട്ടുള്ളത്. സോറി. എന്തായാലും നമ്മുടെ അടുക്ക്. ഓക്കെ, അങ്ങനെ 30384 റഫർ കോഡ്. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യുകയാണ്. അന്നേരം ഒരു ക്യാപ്ച വരും. ആ ഒരു ക്യാപ്ചോ ഒരു ട്രാഫിക് ലൈറ്റ് കാണുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ആ കണ്ണുവട്ടനൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ അത് രണ്ടും ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ബോട്ട് വെരിഫൈ ചെയ്യാനാട്ടോ. അപ്പം നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ അക്കൗണ്ട് ക്രിയേറ്റ് ആയ ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിലോട്ടേക്ക് വരിക. എമൗണ്ട് വാലറ്റ് ബാലൻസ് ആഡ് ആവുന്നതോ നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത് വെറുതെ അല്ലേ. ഓക്കെ, വാലറ്റ് ബാലൻസ് ഒക്കെ ആഡ് ആയിട്ടുണ്ട്. സോ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ആക്കുക. അത് കറക്റ്റ് ലോഡ് ആയിട്ടാണ്. അപ്പം നമ്മൾ ജസ്റ്റ് വീണ്ടും ഇവിടേക്ക് വന്നതിന് ശേഷം നോവ വാല നമ്മൾ മെയിൻ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റുന്ന 200 കോയിൻ റഫറൽ ബോണസ്. അതിനുശേഷം നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ ഐസ്ലാൻഡ് ആപ്ലിക്കേഷനിലോട്ടേക്ക് പോകുക. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സ്കോപ്ഡ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഐസ്ലാൻഡ് ക്ലിക്ക് ചെയ്യുക. ഡെസ്ട്രോയ് പെർമനൻ്റ്ലി എന്നുള്ള ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഡെസ്ട്രോയ് അടിക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഐസ്ലാൻഡ് ആപ്ലിക്കേഷന് ഓപ്പൺ ആക്കുക. ഓക്കെ,
സോ ഐസ്ലാൻഡ് ഓപ്പൺ ആക്കല്ല വേണ്ട. ഐസ്ലാൻഡ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഇഷ്ടം ക്ലിയർ ഡാറ്റ ക്ലിയർ കച്ച് അടിക്കേണ്ടതുണ്ട്. സോ ഫുള്ള് ക്ലിയർ ഡാറ്റ ക്ലിയർ കച്ച് കാര്യങ്ങളൊക്കെ അടിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഓപ്പൺ ആക്കുക. ഓക്കെ, ഓപ്പൺ ആക്കുമ്പോൾ വീണ്ടും നമ്മൾ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ വീണ്ടും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്ത് തന്നെ വീണ്ടും എന്നുവെച്ചാൽ ഇപ്പം ഇത് ഓപ്പൺ ആക്കിയ ശേഷം ജസ്റ്റ് ഒന്ന് പുതിയൊരു ജിമെയിൽ വെച്ച് ഐസ്ലാൻഡിൻ്റെ പ്ലേ സ്റ്റോറിൽ സൈൻ ചെയ്യുന്നു. അതിനുശേഷം നോവവാല സെർച്ച് ചെയ്യുന്നു. നമ്മുടെ മെയിൻ റഫർ കോഡ്, ഒരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ റഫർ കോഡ് കറക്റ്റ് കൊടുക്കുന്നു. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഐസ്ലാൻഡിലോട്ടേക്ക് വരുന്നു. ആ ഒരു ഇത് ഐസ്ലാൻഡ് ഒന്ന് ഡെസ്ട്രോയ് ചെയ്യുന്നു, പുതിയ ഐസ്ലാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് കേട്ടോ. അതിന് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടൊരു ഇതിലിപ്പം 1000 കോയിനാണ് മിനിമം വിഡ്രോ. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു 5 തൊട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഒരു 1000 കോയിൻ ആക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ചെയ്ത് കാണിച്ചത്, ഇനി ചെയ്ത് കാണിച്ചിരുന്നില്ല. ഇനി നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്, കാരണം വീഡിയോ ലെങ്ത്ത് വെറുതെ ഇൻക്രീസ് ആക്കണ്ടല്ലോ. ഓക്കെ, അതിനുശേഷം പ്ലേ സ്റ്റോറിലോട്ടേക്ക് വരുന്നു. നോവവാല എന്ന് സെർച്ച് ചെയ്യുന്നു. ഓക്കെ, നോവവാല സെർച്ച് ചെയ്യുന്നു. സോ അയ്യോ, നോവ ആയിപ്പോയി. നോവവാല സെർച്ച് ചെയ്യുന്നു. ആദ്യമേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ എന്ന് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ടപ്പ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാളാം. ഓപ്പൺ കൊടുക്കാം. അതിനുശേഷം കുറച്ച് സമയം വെയിറ്റ് ആക്കുക. രജിസ്റ്റർ എന്നെല്ലാം എടുത്ത് കൊടുക്കുക. എല്ലാം ഫേക്ക് ഡീറ്റെയിൽസ് കൊടുക്കുക. റഫർ കോഡ് കറക്റ്റ് എൻ്റർ ചെയ്യുക. ഓക്കെ, റഫർ കോഡ് ഞാൻ ആദ്യം എടുത്ത് വെക്കുന്നത്. അയ്യോ, റഫർ കോഡ് കിട്ടുന്നില്ല. സോ നമ്മൾ റഫർ കോഡ് എന്താണെന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. സോ അടുക്കെ ഒന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവട്ടെ. അതിൻ്റെ അടുത്ത് വല്ല ആഡ് വന്നാൽ ഞാൻ തീർന്നു. ഓക്കെ, ആഡ് ഒന്ന് വന്നിട്ട് ഭാഗ്യം. ഷെയർ എന്നിട്ട് ഒരു റഫർ കോഡ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കിയാൽ മതി. അതിൻ്റെ 383.84 കോപ്പി ചെയ്യുമ്പോൾ ലിങ്ക് അടക്കം വരും. സോ 383.84. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാ ഫേക്ക് ഡീറ്റെയിൽസും കൊടുക്കുക. പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ക്രോസ് ബോക്സ് ജസ്റ്റ് ഒന്ന് ആ ഒരു ബോട്ട് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അത് ചെയ്യട്ടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ചെയ്തിട്ടുണ്ട്. അതിന് വെരിഫൈ കൊടുക്കുകയാണ്. അക്കൗണ്ട് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയി. അപ്പോൾ തിരിച്ച് വീണ്ടും നോവവാലയിലോട്ടേക്ക് വരിക. ആഡ് വന്നിട്ടുണ്ട്, അത് ക്ലോസ് ആക്കട്ടെ. സോ 400 കോയിൻ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു വീണ്ടും റഫറൽ ബോണസ് കിട്ടിയതിൻ്റെ ആ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണുന്നില്ല. അതൊരു ബഗ്ഗായിരുന്നു. അതെന്തായാലും കാണിക്കും. ഓക്കെ, അപ്പം എന്തായാലും നമുക്കിനി ഒരു 1000 കോയിൻ ആക്കിയിട്ട് വരാം. ഓക്കെ, ഇവിടെ ഇപ്പം കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു 1000 കോയിൻ ആക്കിയിട്ട് വരാം. അതിൻ്റെ മിനിമം വിഡ്രോ കാര്യങ്ങളൊക്കെ 1000 ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഒരു 1000 കോയിൻ ആക്കിയിട്ട് ഈ ഒരു പ്രോസസ്സിന് നമുക്ക് ഫോളോ ചെയ്തിട്ട് ഒരു 1000 കോയിൻ ആക്കിയിട്ട് അങ്ങനെ ഗൈസ് നമ്മൾ 5 റഫർ ട്രിക്ക് യൂസ് ചെയ്തിട്ട് 1000 കോയിൻ ആക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു ഐസ്ലാൻഡ് പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്ട്രോയ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ സീനാണ്. ഓക്കെ, അതിൻ്റെ ഉള്ളോട്ടേക്കൊന്നും കടക്കുന്നില്ല. ഓക്കെ, എന്തായാലും ഡിസ്ട്രോയ് ചെയ്ത് കളയാണ്. അതിനുശേഷം നമുക്ക് ഐസ്ലാൻഡ് ആപ്ലിക്കേഷൻ എടുത്ത് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ആപ്പ് ഇൻഫോ പോയിട്ട് അൺഇൻസ്റ്റാൾ. ഓക്കെ, അൺഇൻസ്റ്റാൾ അടിക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്താൽ പോലെ. ഇനി നമ്മൾ നോവവാല എന്നുള്ള ഒരു ആപ്ലിക്കേഷനിലോട്ടേക്ക് വരിക. സോ വരട്ടെ, ആപ്ലിക്കേഷൻ ഓപ്പൺ ആവട്ടെ. സോ ലേറ്റർ അതിനുശേഷം വാലറ്റ് പോകുമ്പോൾ 1000 കോയിൻസ് ഇത് കാണാൻ പറ്റുന്നുണ്ടാവും. 5 റഫർ ട്രിക്ക് ചെയ്ത്. അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു 1000 കോയിൻ ആക്കിയിട്ട് വിഡ്രോ അടിക്കുക. എൻ്റെ നാളെ പേയ്മെൻറ്റ് റിസീവ് ആയതിനു ശേഷം അടുത്ത 1000 കോയിനാക്കുക, വിഡ്രോ അടിക്കുക. ഡെയിലി ഈ ഒരു പ്രോസസ്സ് ചെയ്താൽ മതി. ജിമെയിലൊന്നും നിങ്ങൾ ഫുൾ ഫേക്ക് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്രയില്ല ജിമെയിലും ആണോന്നൊന്നുമില്ല. ഓക്കെ, പിന്നെ നിങ്ങളിപ്പം എപ്പോഴും ഐസ്ലാൻഡിൽ ഇപ്പോൾ യൂസ് ചെയ്യുമ്പം ഓക്കെ, ഐസ്ലാൻഡ് നിങ്ങൾ കയറുമ്പോൾ ഒരു പ്ലേ സ്റ്റോറിൽ ജിമെയിൽ കൊടുക്കും. അത് സെയിം ആയാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ സെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ എത്ര ദിവസം പേയ്മെൻറ്റ് കൊടുക്കുന്നു അത്ര ദിവസം നിങ്ങൾക്ക് അൺലിമിറ്റഡ് യൂസ് ചെയ്യുക. ഓക്കെ, അതിലാണ് കാര്യം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ 5 ദിവസമൊക്കെ നിൽക്കും. എന്തായാലും ഒരു 50 നല്ലോണം നിൽക്കും. ഓക്കെ, അപ്പം ഒരു 5-6 ദിവസത്തിൽ എന്തായാലും നിൽക്കും. അപ്പോൾ ഒരു 40-30 രൂപയ്ക്ക് എന്തായാലും നിങ്ങൾക്ക് ഒരു ആപ്പിൽ നിന്ന് ലൂട്ടാം. പക്ഷേ ഡെയിലി നിങ്ങൾക്ക് 10 രൂപ വെച്ച് ലൂട്ടാം. ഓക്കെ, എന്തായാലും നമുക്ക് റീഡീമെയിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് 100 കോയിൻ 1 രൂപ അതിൻ്റെ കാർഡ് വെച്ചിട്ട് വെച്ചേക്കാം. അതിനുശേഷം 1000 കോയിനും 10 രൂപ, 10,000 കോയിനും 100 രൂപ. അപ്പം ഈ 100 കോയിനും 10,000 കോയിനും നോക്കണ്ട. നമുക്ക് മെയിൻ നോക്കേണ്ട ഈ 1000 കോയിൻ ഈസികളുടെ 10 രൂപ, അത് മാത്രമേ നോക്കണ്ടു. അതിൽ വിഡ്രോ അടിക്കണ്ടു. ബാക്കി രണ്ടും കാര്യമില്ല. ഓക്കെ, അതുകൊണ്ട് 1000 കോയിന് ഈസികൾ ടു 10 രൂപ അതിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, പേടിഎം നമ്പർ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു ഓട്ടോമാറ്റിക് വരും. എന്തായാലും എൻ്റെ ഒരു പേയ്മെൻറ്റ് പിന്നെ ടാക്സും കാര്യങ്ങളൊന്നും ഇല്ല. ഇവർ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നില്ല. എൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും 24 ഹവേഴ്സിനുള്ളിൽ കിട്ടും. ഷുവറായിട്ടും 24 ഹവേഴ്സിനുള്ളിൽ കിട്ടിയ ശേഷം വേഗം കിട്ടും. എന്തായാലും ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ പ്രൂഫ് ഇടുന്നതായിരിക്കും. ഞാൻ കാണിച്ചില്ല. ഞാൻ ഇത് കണക്കത്തെ പറഞ്ഞിട്ട് കുറേ പ്രൂഫും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ മുമ്പ് ചെയ്ത മറ്റേ സിക്ക പ്രോ ആപ്ലിക്കേഷൻ്റെ ആളിനൊരു ട്രിക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പേയ്മെൻറ്റ് റിസീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ ടെലിഗ്രാമിലിടുന്നു. ഓക്കെ, അങ്ങനെ ഇട്ടതാണ്. ഓക്കെ, അപ്പം അത് കണക്ക് തന്നെ ഞാൻ ഈ ഒരു ആപ്പിൻ്റെ ഇടുന്നതായിരിക്കും. അപ്പം മാക്സിമം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അപ്പം എന്തായാലും ഇതേപോലുള്ള അൺലിമിറ്റഡ് ട്രിക്ക് ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ നാളത്തെ വീഡിയോയിൽ നാളെ വല്ല കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ.